നമുക്കൊരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് ഇയർബഡ്സ് ആണ്. ഇയർബഡ്സിൽ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ടിപ്പിലേക്ക് ബ്രഷ് പെന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഇയർബഡ്സിൻ്റെ ഉണ്ടാകുന്ന കോട്ടൺസ് ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഒന്ന് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലായിട്ട് കിട്ടും. നിങ്ങൾക്ക് എത്ര പെറ്റൽസ് വേണോ അതിനനുസരിച്ച് കോട്ടണൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ 6 പെറ്റൽസ് എന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോട്ട് ഉണ്ടാക്കണം. അതിനായിട്ട് ഈ സ്റ്റിക്സ് ഉണ്ടല്ലോ അത് എടുക്കരുത്, കാരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു ബോട്ടിലെ ക്യാപ്പാണ് എടുക്കുന്നത്. പിന്നെ അതിലേക്ക് ക്ലേ ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്റ്റിക്സ് എടുക്കണ്ട എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിനെ കട്ടിയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഒട്ടിച്ചു കൊടുക്കാൻ. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒട്ടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഫൈനലി ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്സ് ഉണ്ടല്ലോ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത്തിൽ അവിടെ ഇരുന്നോളും. മെറ്റ് സ്റ്റിക്സ് ആണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് വെക്കുമ്പോൾ മെറ്റ് പറഞ്ഞു പോരാ, വേറെ വെക്കുമ്പോൾ അതുപോലെ പറഞ്ഞു പോരാ, അങ്ങനെ കുറേ ടൈം എടുത്തു. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് സിമ്പിളാണ് കേട്ടോ. സിമ്പിൾ മാത്രമല്ല ഇത് പെട്ടെന്ന് തീരുകയും ചെയ്യും. മറ്റേ സ്റ്റിക്സ് ആണെങ്കിൽ ഒട്ടിച്ചാലും തീരൂല, പിന്നെ അതാണെങ്കിൽ പറഞ്ഞു പോരും. അതുകൊണ്ട് ഭയങ്കര പണിയുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് ഓരോ ഫ്ലവേഴ്സ് നമ്മൾ ക്ലേ ഉള്ളതുകൊണ്ട് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ അതൊന്നും അവിടെ ഇരുന്നോളൂ. പിന്നെ വാഷ് ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ത്രെഡ് വെച്ചിട്ടാണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കളർ അടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ വന്നൊരു കമൻറ്റ് ആയിരുന്നു ഡസ്റ്റ് ഡെക്കർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.